ഉച്ചയ്ക്ക് ശേഷം മോൾ ഉറങ്ങുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞെങ്കിലും 3 മണിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യാണ്. വാഷിംഗ് മെഷീനിലെ തുണികളൊക്കെ ചെയ്ത് പെറുക്കിയെടുത്ത് ഞാൻ കൊണ്ടുപോയി വിരിക്കാൻ പോയപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. അയ്യോ, അടിച്ചു വരുമ്പോൾ പൊടി തെറിക്കുമല്ലോ, കൊണ്ട് ആദ്യം ഒന്ന് അടിച്ചു വരിയേക്കാന്ന്. അടിച്ചു വരുമ്പോൾ അപ്പുക്കുട്ടനെ നിനക്ക് വൈറലാവണമെങ്കിൽ നീ ഒന്ന് സഹകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നുണ്ടായിരുന്നു. പൊട പൊട്ടിയെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്ത് തുടങ്ങി. ഫസ്റ്റ് ഞാൻ എൻ്റെ ഹെയർ കെയറും സ്കിൻ കെയറൊക്കെ നോക്കാമെന്ന് വിചാരിച്ച്. ഹെയർ കെയർ ഞാൻ പൊതുവേ ചെയ്യാറുണ്ട്, പക്ഷെ അതിന് മാത്രമുള്ള മുടിയൊന്നും എനിക്കില്ല. എന്നാലും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാറുണ്ട്. പക്ഷേ സ്കിൻ കെയറിൽ ഞാൻ വളരെ മടി കാണിക്കുന്ന ഒരാളാണ്. ഇനി ഫെബ്രുവരിയിൽ ഒരു കല്യാണം വരുന്നുണ്ട് എൻ്റെ കസിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് സ്കിൻ കെയറൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങിയത്. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വരും കേട്ടോ. നിങ്ങൾ അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ കമൻറ്റ് ചെയ്യണേ. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു വിളി വന്നു, അയ്യോ എനിക്കൊരു കോഫി തരാമോ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനൊരു കാപ്പി ഇട്ട് കൊടുത്തു. അപ്പുക്കുട്ടനെ നല്ല നെസ്കഫെ ഇട്ട് കൊടുത്തു. നമ്മുടെ ഇവിടെ ഒരു ചക്ക ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കത് പോസ്റ്റ് ഓഫീസിൽ എടുത്തിട്ട് കൊണ്ടുത്തന്നതാണ്. പിന്നെ ഞാൻ മുഖമൊക്കെ കഴുകി. പിന്നെ ഹെയർ കെയറിൽ സെക്കൻഡ് സ്റ്റെപ്പാണ് എൻ്റെത്. വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ താളി ഉണ്ടാക്കുക എന്നുള്ളത്. താളി നല്ലോണം തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ തേച്ച് പിടിപ്പിച്ചതൊക്കെ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവിടെ മൂത്രം ഒഴിച്ച് വെച്ചു ഗൈസ്. അമ്മേനെ എന്തോ മണക്കൊന്ന് പോയി കുളിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ചത്. ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. കുളിച്ച് വന്ന് മിത്രമുള്ള പണി തുടങ്ങി.